മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ ജാതിപ്പേര് വിവാദത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശന് കനത്ത പ്രതിരോധം തീർത്തു കെ മുരളീധരൻ. കല്ലെറിയുന്നവർ വഷളാകുമെന്ന് മുരളീധരൻ പറഞ്ഞു. സതീശൻ ഹൈക്കമാൻഡ് അംഗീകരിച്ച മുഖ്യമന്ത്രിയാണ്. സതീശനെതിരെ കോൺഗ്രസിൽ നടക്കുന്ന ഒരു നീക്കവും വിലപ്പോവില്ലെന്നും ന്യൂസ് 18 അഭിമുഖത്തിൽ ആരോഗ്യമന്ത്രി പ്രതികരിച്ചു. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിനെ തന്നെ കുറിച്ച് പറഞ്ഞാൽ വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ എന്ന് CM പറഞ്ഞത് വലിയ വിവാദമായിരിക്കുകയാണ്. അവിടെ ജാതിപ്പേര് അതെന്തിനാണ് വിവാദത്തിന്റെ ആവശ്യം? കോൺഗ്രസിൽ നിന്നുള്ള ശരിയല്ല. അതൊക്കെ വെറുതെ ചീപ്പ് പോപ്പുലാരിറ്റി നടത്തരുത്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അതല്ലേ പറയേണ്ടത്. അപ്പോ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അങ്ങനെയാണ്, അത് ജാതിയാണോ? അദ്ദേഹത്തിന്റെ സമുദായം ഏതാന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അതിൽ ഇത്ര അസ്വസ്ഥത ആവശ്യം എന്താ? VD സതീശൻ എന്ന് പറയണോ അതോ ദാമോദര മേനോൻ മകൻ സതീശൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ചോയ്സാണ്. ഇപ്പം ഞാൻ വേണമെങ്കിൽ എനിക്ക് പറയുന്നത് കരുണാകരൻ മുരളീധരൻ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ്റെ പേര് ദുരുപയോഗപ്പെടുത്തിയെന്ന് വരെ പറയും ഈ കൂട്ടർ. ഇതൊക്കെ ശരിയായിട്ട് നടപടിയല്ല. അതൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതായിട്ട് മൗലികാവകാശം. പക്ഷെ കോൺഗ്രസിൽ നിന്ന് തന്നെയാണല്ലോ അത്തരം വിമർശനങ്ങൾ. ഏത് പാർട്ടിയിൽ നിന്ന് വന്നാലും അത് ശരിയായിട്ട് നടപടിയല്ല. VD സതീശനെതിരായ ഒരു നീക്കമാണോ? അതൊന്നും വിലപ്പോവില്ല. കാരണം ജനങ്ങൾ അംഗീകരിച്ച, ഹൈക്കമാൻഡ് അംഗീകരിച്ച ഒരു മുഖ്യമന്ത്രിയെ ഇതിൻ്റെ പേരിൽ കല്ലെറിയാൻ നോക്കിയാൽ ഒരു പിന്തുണയും സമൂഹത്തിന് ഒരു ഭാഗത്തുനിന്നും കിട്ടില്ല. പറയുന്നൊരു വഷളാവുന്നു മാത്രമേ ഉള്ളൂ. പാർട്ടി വിട്ടുപോയ ആളാണ്, തിരിച്ചു വരുന്നു, പാർട്ടിക്കൊപ്പം നിൽക്കുന്നു, എല്ലാ വെല്ലുവിളിയും ഏറ്റെടുക്കുന്നു. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ രാഹുൽ ആരായുന്നത് KMന്റെ നിലപാടും KMന്റെ അഭിപ്രായവുമാണ്. അത് ഈ കേരളം ആര് ഭരിക്കണം എന്നതിൽ വളരെ നിർണായകമായി. പാർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഇപ്പോഴത്തെ പരിഗണനയിൽ പൂർണ്ണ തൃപ്തനാണ്. ഞാനിപ്പോൾ ഒരു ക്യാബിനറ്റ് മന്ത്രി എന്നുള്ള നിലയ്ക്ക് എനിക്ക് എല്ലാ പരിഗണനയും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടാവുന്നുണ്ട്. അപ്പോൾ ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും, ആ വകുപ്പുകളൊന്നും ഒരു മാറ്റവും ഇല്ലാതെ ആ വകുപ്പുകളെല്ലാം പൂർണ്ണമായിട്ട് എനിക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ഏൽപ്പിച്ച കാര്യങ്ങൾ ഇനി ഭംഗിയായി ചെയ്യേണ്ടത് എൻ്റെ ചുമതലയാണ്. VDSുമായി അത്രയും വലിയൊരു തീർച്ചയായും നല്ല ബന്ധത്തിൽ പോകണം. മുഖ്യമന്ത്രി മന്ത്രിമാരും നല്ല ബന്ധത്തിൽ പോകണം. എങ്കിലേ ടീം UDF വിജയിക്കാൻ കഴിയും. ആരോഗ്യവകുപ്പിലെ സിസ്റ്റം ശരിയാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. മന്ത്രിക്കും സർക്കാരിനും അതിൽ ഉത്തരവാദിത്തമുണ്ട്. രോഗികളുടെ പരാതി ഒഴിവാക്കാനാണ് ശ്രമിക്കുക. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ SIT അന്വേഷണത്തിൽ വിശ്വാസമുണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലാണ് കെ മുരളീധരന്റെ ഈ പ്രതികരണം. സർക്കാരിനെ ജനങ്ങൾ പുറത്താക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ എതിർപ്പുകൾ നേരിടേണ്ടി വന്ന, അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉയർന്ന വകുപ്പ് കൂടിയാണ് അത്. അതിനെതിരായ വികാരം കൂടിയാണ് ഈ ഫലം എന്ന് പറയുന്നത്. ചലഞ്ചായിട്ട് ഞാൻ കാണുകയാണ്. കാരണം ജനങ്ങൾ വളരെ വിശ്വാസത്തോടു കൂടിയിട്ടാണ് ഈ ഗവൺമെൻറ്റിന് 105 സീറ്റ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ 102 സീറ്റ് നൽകിയിട്ടില്ല. അപ്പോൾ അതൊരു ചലഞ്ചാണ് ഞങ്ങളെ സംബന്ധിച്ച്. ആ ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കും. അപ്പോൾ സിസ്റ്റം ശരിയാക്കണം. കാരണം സിസ്റ്റം ശരിയാക്കാനാണല്ലോ ഗവൺമെൻറ്. സിസ്റ്റം ശരിയല്ല നമ്മൾ പറയുമ്പോൾ ആ സിസ്റ്റം ശരിയാക്കേണ്ടതാരാ? മന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട്, ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞങ്ങൾ ആരോഗ്യവകുപ്പിനെ പറഞ്ഞത് മുഖ്യമന്ത്രിയാണ് പ്രതിപക്ഷ നേതാവെന്ന് അദ്ദേഹം പറഞ്ഞ് വെന്റിലേറ്ററിലാണെന്ന്, ഞാൻ പറഞ്ഞു മോർച്ചറിയിലാണെന്ന്. അപ്പോൾ ഇനി അങ്ങനെയുള്ള ആക്ഷേപങ്ങളില്ലാതിരിക്കുക. വിമർശനത്തിന് വേണ്ടിയിട്ടുള്ള വിമർശനങ്ങളെ അല്ല ഞങ്ങൾ കാര്യമാക്കുന്നത്. എന്നാൽ പോരായ്മകളെക്കുറിച്ചുള്ള വിമർശനങ്ങൾ ഞങ്ങൾ അതിൻ്റേതായിട്ടുള്ള ഗൗരവത്തിലെടുക്കും. ഈ വകുപ്പ് എന്ന് പറയുന്നത് ഒരു വെല്ലുവിളിയാകുന്നു. വലിയ രീതിയിലുള്ളൊരു സ്ക്രൂട്ടണി ഇതിൽ നടക്കുമെന്ന കാര്യം കൃത്യമാണല്ലോ ഈ 5 വർഷവും. തീർച്ചയായിട്ടും. കാരണം രോഗികൾക്ക് പരാതി ഉണ്ടാവരുത് ആരോഗ്യവകുപ്പിനെ കുറിച്ച്. അതാണ് ഞങ്ങൾ ആ പരാതികൾ ഒഴിവാക്കി ഭംഗിയായി വകുപ്പ് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ ദേവസ്വം വകുപ്പിൻ്റെ കാര്യം കൂടി എടുത്താൽ അന്വേഷണത്തെക്കുറിച്ച് പറഞ്ഞു. SITയിൽ വിശ്വാസമുണ്ടോ? കഴിഞ്ഞ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ SIT പിരിച്ചുവിടാൻ ഞങ്ങൾക്ക് അധികാരമില്ല. മുഖ്യമന്ത്രിയുമായും ആഭ്യന്തര വകുപ്പുമായി മന്ത്രിയുമായിട്ട് ആലോചിച്ച് അക്കാര്യത്തിൽ ഒരു തുടർ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ ഗവൺമെൻറ് മാറിയ സാഹചര്യത്തിൽ ഞങ്ങളാരും അത് അന്വേഷണത്തിൽ ഇടപെടില്ല. പക്ഷേ അന്വേഷണം നിഷ്പക്ഷമായിരിക്കണം. കുറ്റം ചെയ്താൽ ശിക്ഷിക്കണം. ഞങ്ങൾക്ക് അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ച ഞങ്ങൾക്ക് ചെയ്യാൻ സാധ്യമല്ല. ഇനി പാർട്ടി വെല്ലുവിളി ഏറ്റെടുക്കാനില്ലെന്ന് കെ മുരളീധരൻ. വട്ടിയൂർക്കാവ് വിട്ടുപോവില്ല. വട്ടിയൂർക്കാവ് മാത്രമായിരിക്കും തന്റെ നിയമസഭാ മണ്ഡലം. തൃശ്ശൂരിൽ 3ാം സ്ഥാനത്ത് പോയത് വലിയ മാനസികാഘാതമായി. വട്ടിയൂർക്കാവ് MLA എന്ന് പറയുന്ന സന്തോഷം മറ്റൊന്നിനും ഉണ്ടാകില്ലെന്നും കെ മുരളീധരൻ പ്രതികരിച്ചു. പാർട്ടിയെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് പലയിടങ്ങളിലും പാർട്ടി പറഞ്ഞ ഇടങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട്. അതിനുശേഷം തുടർ തോൽവി വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു, സമ്മർദ്ദമുണ്ടാക്കിയിരുന്നു.
തീർച്ചയായിട്ടും മൂന്നാം സ്ഥാനത്ത് പോയ തെരഞ്ഞെടുപ്പ് നേമത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. നേമത്ത് ഒരുപാട് വോട്ട് വർദ്ധിപ്പിച്ചു. ഇത്തവണയും ആ വർദ്ധിപ്പിച്ച വോട്ട് കിട്ടിയിട്ടില്ല. ഈ ട്രെൻഡിൽ പോയി അത് വർദ്ധിപ്പിച്ചു. പക്ഷെ തൃശ്ശൂരെ തോൽവി വല്ല ഒരു മാനസികമായിട്ട് ഒരു ആഘാതം ഉണ്ടാക്കി. പക്ഷേ ഒരു കണക്കിന് പറയുമല്ലോ, ദൈവം എല്ലാം നല്ലതിനാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് മന്ത്രിയാവാനും നിയമസഭയിൽ വട്ടിയൂർക്കാവ് എൻ്റെ കുടുംബത്തിൽ തിരിച്ചു വരാനും കഴിഞ്ഞു. അപ്പോൾ മന്ത്രിയായതിനേക്കാൾ എനിക്ക് സന്തോഷം ഞാൻ വട്ടിയൂർക്കാവിൻ്റെ MLA എന്ന് പറയുമ്പോഴുള്ള സന്തോഷം എനിക്ക് മറ്റൊരു സ്ഥാനത്തിനോടുമില്ല. വട്ടിയൂർക്കാവില് ഈ കടുത്ത മത്സരമായിരുന്നല്ലോ. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പാർട്ടി ജയിക്കുകയും താൻ തോൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്ന് സംശയിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ മണ്ണ് എന്നെ ചതിക്കില്ല. പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസം തന്നെയാണ് എനിക്ക് രക്ഷ നൽകിയത്. സേഫ് ആയിട്ട് എവിടെയെങ്കിലും മത്സരിച്ച് ജയിക്കണമെന്ന് തോന്നിയില്ലേ? ഇല്ല, കാരണം ഞാനല്ലെങ്കിൽ ഇവിടെ വിജയിക്കാൻ പ്രയാസമാണ് എന്ന് പൊതുവായിട്ട് ധാരണയുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, മറ്റാരും മോശക്കാരായിട്ടല്ല. ഇവിടുത്തെ ഒരു അന്തരീക്ഷമുണ്ട്. ഇതൊരു നഗരമേഖലയാണ്, അതോടൊപ്പം ഗ്രാമമേഖല കൂടിയാണ്. പേഴ്സണൽ അറ്റാച്ച്മെൻ്റ് ഇവിടെ ഒരു പ്രധാന ഘടകമാണ്. എനിക്ക് 8 വർഷം അത് ഉണ്ടായിരുന്നു. ഇപ്പോൾ 7 വർഷം എനിക്ക് ശേഷം വന്ന MLAക്കും കുറേയൊക്കെ ജനങ്ങളുടെ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ വിഷയത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ 2 വർഷം ഇവിടെ പല പൊതുവേദിയിലും പോകുമ്പോൾ അല്ലെങ്കിൽ മരണ വീടുകളിൽ പോകുമ്പോൾ എല്ലാവരും പറഞ്ഞത്, സാർ ഇനി ഇവിടെ വിട്ടു പോകരുത്, ഇനി സാർ ഇവിടെ നിൽക്കണം, മറ്റ് സ്ഥലങ്ങളിൽ ഭാഗ്യം അന്വേഷിച്ച് പോകരുത്. അതുകൂടെ അംഗീകരിച്ചുകൊണ്ടാണ് ഞാനിവിടെ മത്സരിക്കാൻ വന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സീറ്റ് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു. അതിലെനിക്ക് പൂർണ്ണ സംതൃപ്തിയുണ്ട്. ഇതിപ്പോൾ ഇനി പാർട്ടിയാകുമ്പോൾ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ ഇനിയും പോകുമായിരിക്കുമല്ലോ. ഇനി ഒരു വെല്ലുവിളി ഇതുപോലെ പാർട്ടി ഏൽപ്പിച്ചാൽ ഒരു കാരണവശാൽ 5 വർഷം അല്ല, ഇനി ഞാൻ വട്ടിയൂർക്കാവ് വിട്ടു പോകുന്ന പ്രശ്നമില്ല. 5 വർഷം കഴിഞ്ഞും വിടില്ല, കഴിഞ്ഞിട്ടുമില്ല. ഇനി അസംബ്ലി എന്ന് പറയുന്നത് വട്ടിയൂർക്കാവ് തന്നെയാണ്. ഇനി വേറൊരു പരീക്ഷണത്തിന് ഞാനില്ല. വട്ടിയൂർക്കാവിനെ ഇനി വിട്ടുപോകില്ല, ചതിക്കില്ല. ഇത് ചതിക്കലല്ല, പാർട്ടി പറഞ്ഞിട്ടാണ് ചെയ്തതെങ്കിലും ഇങ്ങനെ ചതി എന്നൊരു പേര് കേൾക്കേണ്ടി വന്നു. അതുകൊണ്ട് അത് ഇനി ആവർത്തിക്കില്ല. ഈ ഗ്യാപ്പ് ഏതെങ്കിലും തരത്തിൽ ആളുകളുമായി ഒരു അകൽച്ച ഉണ്ടാക്കിയിട്ടുണ്ടോ? അതോ പ്രചരണം തുടങ്ങുമ്പോൾ? അല്ല, അകൽച്ച അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. ഇത്രയും ഒരു ടൈറ്റ് ഫൈറ്റിൽ 5400 വോട്ട് കഴിഞ്ഞാൽ ചില്ലറ കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ മണ്ഡലം മാത്രമല്ല, മിനിസ്റ്ററാണ്, 2 പ്രധാനപ്പെട്ട വകുപ്പുകളാണ്. അപ്പോൾ നേരത്തെ മണ്ഡലത്തിൽ ഉണ്ടായിരുന്ന അത്രയും സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. എങ്കിൽ പോലും എങ്ങനെയായിരിക്കും മണ്ഡലത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം? മണ്ഡലത്തിൽ എന്തായാലും 1-2 മണിക്കൂറുണ്ടല്ലോ. ഞാൻ ഈ എല്ലാ മരണ വീടുകളൊക്കെ സന്ദർശിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പോൾ ആ സമയത്ത് ചില സ്ഥലത്ത് എത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും ഒരു ദിവസം ഉള്ള ഒരു 1-2 മണിക്കൂർ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് വേണ്ടി മാറ്റിവെക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.